ഞങ്ങൾ മെല്ലെ സംസാരിക്കുന്ന എന്താ വെച്ചാൽ കുഞ്ഞിവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ യാത്ര കുഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് കയറിയിരിക്കുകയാണ്. കാണാതിരിക്കും പോണത് തൃപ്രയാർ അഞ്ചലിയുടെ ഇനോഗ്രേഷൻ ഇടയ്ക്കറി പറഞ്ഞ ഉദ്ദേശിക്കുന്നു. തൃപ്രയാർ അമ്പലത്തിലും കൂടെ കയറുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ഇനോഗ്രേഷൻ പരിപാടിയും കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ആരും ഒരുങ്ങിയിട്ടില്ല. പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനി ഓൺ ദ വേ ആണ് നമുക്ക് ഒരുങ്ങുന്നത് സ്ഥിരം പരിപാടി. അപ്പൊ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ കയറി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ തിരുവല്ലാമലയ്ക്കാണ് യാത്ര. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ പരിപാടി. അല്ലേ? യെസ്. ഓക്കെ, അപ്പം നമുക്ക് വേഗം എപ്പോഴും കേട്ടോ. അപ്പൊ ഇപ്പൊ പൊട്ടിക്കില്ല. അവിടെ വന്നിട്ട് എടുത്തിട്ട് വന്ന് പൊട്ടിക്കണ്ട, പിടിക്കണ്ട. ചേട്ടാ ഇത്തിരി സൗണ്ട് കൂടിക്കോട്ടെ കേട്ടോ. മൂന്നും പൊടിച്ചേട്ടാ. അടുത്തൊരു 3 വയ്ക്ക്. വഴിപാടാ. എന്താണ്ടായ അതിപ്പോ ടൊട്ടോ പൊട്ടിയാ? അതും പേടിച്ചു, ചേച്ചിയും പേടിച്ചു. അമ്പലത്തിന്റെ പിടിപെട്ടില്ല, പേടിയില്ല. ഇടയ്ക്ക് പേടിക്കും, ഇടയ്ക്ക് വലിയ ഇഷ്ടല്ലേ? മമ്മിക്ക് ഭക്ഷണം കൊടുക്കാം. പോണോ? ഇല്ല. ബോട്ടാ? അത് വേറെ. അതൂടെ അത് മീനറിയോ? ദിവസം കൊടുക്കും. വീഡിയോ ഫോട്ടോ എടുക്കാം. അപ്പുറത്ത് പോകണം അല്ലേ? പൈപ്പിൻ്റെ അപ്പുറത്തേക്ക് കണ്ട നിൽക്കണുണ്ടോ അവിടെ ആൾക്കാർ? സെൽഫി എടുക്കും.
എന്താ ഓക്കെ അത് വെടി വഴിപാടിനെ കൊടുക്കാം. വെടി വഴിപാട് വെടി പൊട്ടിക്കാം. എന്താ വെടി പൊട്ടിയത്? കാണിച്ചിട്ടാ വെടിയെടുത്ത വഴിപാട് ആണ് ആവണിയുടെ ആലുവയിലാണോ? വീടിന്റെ അടുത്ത് പപ്പ നിൽക്കുമ്പോഴുള്ള ഒരു ശോഭ എനിക്ക് കിട്ടും. ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങും. പറഞ്ഞോ. അപ്പൊ ഞങ്ങള് അത് ഉണർന്നപ്പോഴാണ് നമ്മളുടെ ഫോറെ വ്ളോഗ്സിന് ഒരു ഉണർവ് വന്നത് അല്ലേ അവണി? അപ്പൊ ദേ കൈ നിറയെ പ്രസാദങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. തൊടാൻ പറ്റിയില്ല. അതെ, ഉദ്ഘാടനമൊക്കെ അടിപൊളിയായിട്ട് നടന്നു. കുഴപ്പമില്ല, നോക്കട്ടെ. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ അവിടെ ആരൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഇടാൻ പറ്റുമോ നോക്കട്ടെ. അത് പ്രസാദം തൊടും. അതിന്റെ അവല് കഴിക്കാനാണ് അത്യാവശ്യം. ആവണി ഡ്രൈ ആയി പ്രസാദേ, ഡ്രൈ ആയി. അങ്ങനെ ശ്രീരാമക്ഷേത്രം അതിന് പൂ വേണം. അവണിക്ക് പൂ വേണം. അവണി ഇതാ ഞങ്ങള് മീനൂട്ടൊക്കെ നടത്തി, അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങളിപ്പോ ഇപ്പൊ വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലെ? വീഡിയോ കാണുമല്ലോ. അതെ, എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ആവേശമാണ് ഇപ്പൊ സംസാരിച്ചത്. ഇതാ പിന്നെ കറകമാല കിട്ടിയിട്ടുണ്ട് ഗണപതിയുടെ അവിടെ നിന്ന്. ഇതാ അജയേട്ടാ, പിന്നെ ഗണപതിയുടെ അവിടെ നിന്ന് ആദൂര് മാത്രമായിട്ട് തിരുമേനി റോസാപ്പൂ കൊടുത്തൂല്ലേ? അതോ അല്ലേ? അതിന് റോസാപ്പൂ കിട്ടി. ഞാൻ ഈ കറുക ഇവിടെ ഇട്ടിട്ടുണ്ട്. ഗണപതിയുടെ അവിടെയുള്ള പ്രസാദം വീഡിയോ എടുത്തിട്ട് താത്തറ വിടല്ലേ ഉണ്ണികളെ. ഞാൻ തൊട്ട് ആക്കിയതാ. ഒരുപാട് പ്രസാദം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒക്കെ ചന്ദനാണ്. അപ്പൊ നമുക്ക് മെല്ലെ വണ്ടി തിരുവല്ലാമലയ്ക്ക് അങ്ങ് എടുക്കാം അല്ലേ? പിള്ളേര് ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് വീഡിയോ ഓൺ ചെയ്യാം അല്ലേ? നമ്മളിപ്പോ തൃപ്രയാർ അമ്പലത്തില്, അതാണ് അമ്പലം. നമ്മൾ ആ പടിയിൽ നിന്നിട്ടാണ് മീനൂട്ട് നടത്തിയത്. കണ്ടോ അവിടെ കുറെ പേര് നിൽക്കുന്നുണ്ട്. ആ മീ അവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ആവണിക്ക് മീനൂട്ടിന്റെ ഇടയിൽ ബോട്ടിങ്ങിന് പോണെന്നായി അവസാന. നമുക്ക് ബോട്ടിങ്ങിന് പോവാന്ന് പറഞ്ഞു അല്ലേ? ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകുന്നപ്പോ. എനിക്ക് പണ്ട് പേടിയായിരുന്നു മറ്റേ കവര് കാണാൻ പോയ സമയം. അത് അടിപൊളിയായിരുന്നു കവര് കാണാൻ പോയപ്പോ. അതിനെ പിടിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ദൂരം പോവാം അല്ലേ? What color is that, Adu? Red vadi. Okay. What color is that? Duckinte color enda? Godade color? Very good. Avanu chechi ittu udupinte color enda? ഭയങ്കര കോമഡി എന്താണെന്ന് അറിയാമോ? ആവണിയാണെങ്കിൽ അവിടെ മറ്റേ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഫ്രണ്ടിലായിരുന്നു, നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അമ്മ ഉദ്ഘാടനം കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തണം, ഞാനിവിടെ കിടന്ന് ഉറങ്ങാം, അമ്മ ഫ്രണ്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആവണി ഇരുന്നൊക്കെ ഉറങ്ങുന്നുണ്ട്. ആവണി ഉറങ്ങാനേ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് ആവണി പിച്ച് നോക്കി കടിച്ചു നോക്കി കൊച്ചിനെ ഒരു രക്ഷയില്ല.
ഇതവിടെ ഇരിപ്പുണ്ട്. ഇനി വീട്ടിൽ കിടന്ന് ഉറങ്ങാം. ഇതാണ് പണി അല്ലേ? അതോ പണി കൊടുക്കുക. അത് അതുവിനെ 11 മണി വരെ കിടന്ന് ഉറങ്ങുന്ന. അതിന് 8 മണിക്ക് വിളിച്ചുണർത്തി, അല്ല 8:30 ആകുമ്പോഴേക്കും വിളിച്ചുണർത്തി. അപ്പം അതിൻ്റെ മറ്റേ പണി മറ്റേ എന്താ അതിൻ്റെ പ്രതികാരം. അതാണ് ആവണി ഉറങ്ങാൻ സമ്മതിക്കത്തത്. കണ്ട അതിന് ആവണി ഉറങ്ങുമോ? ആവണി ഉറങ്ങാൻ സമ്മതിക്കുമോ? വെരി ഗുഡ്. ആവണി ഉറങ്ങരുത് അല്ലേ? സാധുവിനെ കാണിക്കൂ. ഗുഹ അല്ലേ? അത് എവിടെ എത്തിയത്? ഗുഹ അല്ലേ? കുതിരാൻ കുതിര. അതാ ഗുഹയിലോട്ട് പോകുന്നവണി. ഇതാ കണ്ട ഗുഹയിലോട്ട് പോയവണി. ഇരുട്ടായ അവണി നോക്ക്. അവിടെയാണ് കിടന്ന് ഉണ്ണി വാവോ കിടന്നു. ഉണ്ടാ ഗുഹ ഇരുട്ടായി. ഓ നമ്മുടെ ആകാശം എവിടെയാ? അതോ നമ്മുടെ ആകാശം എവിടെ? എന്തിനാ അത് ജീംബൂമ്പേനെ വിളിക്കണേ? വെളിച്ചം വരാനാണോ? ഇരുട്ട് മാറി വെളിച്ചം വരട്ടെ. അത് പറ. ഇരുട്ട് മാറി വെളിച്ചം വരട്ടെ. വെളിച്ചം വരട്ടെ. ഇരുട്ട് പോട്ടെ. എന്റെ ഈശ്വര. ദേ നോക്ക്. വെളിച്ചം വന്നു. സ്റ്റോപ്പ് ചെയ്ത് കുടിക്കാം. നമ്മളന്ന് ഇവിടെ വന്നപ്പോ കൊറേ മാനുകൾ ക്രോസ് ചെയ്ത് ഓർമ്മയുണ്ട് രാത്രിയില്. ഇന്ന് വെയിറ്റ് ചെയ്തെങ്കിൽ ആ മാനുകളെ ഓടിച്ചു വിട്ടാനിപ്പോൾ എന്തായിരുന്നു അറിയാൻ പറ്റും. ഒരുപാട് മാന്. പിന്നെ ഇവിടെ മാനുണ്ട്, പാമ്പുണ്ട്, പിന്നെ ആന ഇറങ്ങും എന്തായാലും. പിന്നെ എന്താ ഉള്ളത്? പിന്നെന്താ എടനാട് കാട് കണക്ട് ചെയ്ത് ആമസോൺ കാടുകളിൽ എത്താന്നാണ് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. എടനാട് കാട് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് കിടക്കും. ഇത് നേരെ അപ്പുറത്താകമ്പല പീച്ച് ഡാം അങ്ങനെ കണക്ക് നമ്മൾ ചാലക്കുടിയിലേക്ക് കണക്ട് ആവും. അങ്ങനെ കാടുകളിലൂടെ നടന്ന് വലിയ കാട്ടിലേക്ക് എത്താന്നല്ലേ? അങ്ങനെ കണക്ട് ആയി കിടക്കണം. 2 സൈഡ് അപ്പുറ സൈഡും ഉണ്ട് കുറച്ച് കാട്. അവിടെ ഫുള്ള് പക്ഷി സങ്കേതം. അവിടെ അതൊരു മയിൽ സങ്കേതം എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നെ. അവിടെ ഒരുപാട് ഏക്കർ കണക്കില്ല, 200 ഏക്കറോളം കാട് കിടക്കുക അവിടെ ഫുൾ മയിലിനെ പുനരധിവസിപ്പിച്ചതാണ്. അങ്ങനെ അതുണ്ട്. പിന്നെ പാലക്കാട് ധോണിയുണ്ട്. ധോണിയിൽ നിന്ന് അങ്ങനെ കാട് കയറി പോയാല് നമ്മളെ ധോണിയുടെ നാട്. ഞങ്ങള് ആവണി വന്നോന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. സർപ്രൈസ് ആക്കി വെച്ചേക്കാം. അതായത് ഇപ്പൊ ചേച്ചിയുടെ വീടെത്തി. ഇതാണ് അത് വീടെത്തി. ഇപ്പൊ ഞങ്ങള് 2 തവണ ഇറങ്ങണത്. അതെ. അപ്പൊ എന്തൊക്കെ കിട്ടും, ആരുടെയൊക്കെ എക്സ്പ്രഷൻ കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടാ. അത് നല്ല ഉറക്കമാണ്. ഞാൻ ആദൂനെ കൊണ്ട് അകത്ത് കിടത്തിയിട്ട് പിന്നെ രണ്ടാമത് ഞാൻ ആവണീനെ അകത്ത് കയറ്റുന്ന വീഡിയോ ഞാൻ എടുക്കാം. നോക്കട്ടെ എന്തായാലും എന്താ സംഭവിക്കാന്നറിയില്ല. നോക്കാം. ഉണ്ണിയേട്ടാ ഓള് വന്നിരുന്നാ അതെങ്ങനെ അമ്മയ്ക്കറിയാ വന്നൂന്ന്? ഹലോ. മൃദുൽ നമ്പറില്ല, ഞാൻ ഒപ്പിച്ചുതരാം. എനിക്കറിയാം, ഞാൻ വർക്ക് ചെയ്തോണ്ട് ഞാൻ നമ്പറില്ല, എടുത്തു തരാം കേട്ടോ. ആ
എടാ ഇതില്ലേ അടുക്കളയുടെ സീന്, ഇതാ ഞാൻ പറഞ്ഞെന്ന് മാറ്റ. ഞാൻ ചോദിച്ചിട്ട് അപ്പൊ അമ്മ ഞങ്ങളെ സർപ്രൈസ് ആണ് നമുക്ക്. ഞാൻ പറഞ്ഞ ഇത് സർപ്രൈസ് ആണ്. ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ശ്വാസം പോലെ വിടാൻ വണ്ടിക്കകത്ത്. കണ്ടുപിടിക്കിട്ട് ആരാ ഫസ്റ്റ് ഞാൻ പറയും. ഞാൻ ഫസ്റ്റ് 3, 2, 1 start. എന്റെ അവിടെ ഓൾറെഡി എത്തി. ഒന്ന് തുടങ്ങാ സ്റ്റാർട്ടാണ് പറഞ്ഞാലോ 3, 2, 1 ഗോ ലേറ്റ് ആയി ഞാൻ ജയിച്ചു ഇല്ല, ഏതാ ജയിച്ചെന്ന് അറിയില്ലല്ലോ. പിന്നെ രണ്ടും ഒരേ ടൈമിലാണ് എത്തിയത്. ഇതാണ് എത്തിയത് അമ്മേ ഒരു വീഡിയോ സ്ലോ മോഷൻ എടുക്കാമേ. ബൈ. ഐസ്ക്രീം കഴിക്കാനേ എല്ലാവരോടും ബായ് പറയൂ. ബായ്. ഇവിടെ അമ്മയോട് പറയൂ ബായ്.